പ്രഭാത കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ കർഷകർ വളരെ പ്രയാസപ്പെട്ട് കൃഷി ഇറക്കി അത് നൂറുമേനി വിളയണമെന്നുള്ള ആഗ്രഹത്തോടെ പരിശ്രമിച്ചാൽ പോലും ഈ അപ്രതീക്ഷിതമായി എത്തുന്ന മഴക്കെടുതിയൊക്കെ വളരെ വലിയ കൃഷിനാശമാണ് അവർക്ക് സമ്മാനിച്ചു പോകുന്നത്. പക്ഷേ ഈ ദുരിതത്തിൽ നിന്ന് കരകയറുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. കൃത്യസമയത്ത് ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതാണ് വലിയൊരു പ്രശ്നമായി മാറുന്നത്. എന്തായാലും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നില്ല, അത്തരത്തിൽ വൈകുന്നു എന്നുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 2.5 വർഷത്തിലേറെയായി നഷ്ടപരിഹാര വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൽ പലർക്കും അനുവദിച്ചിട്ടുള്ളത് തുച്ഛമായ തുകയാണെന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,80,800-ത്തിലധികം രൂപയാണ് ആ റിപ്പോർട്ട് കണ്ടുവരുന്നത്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതക്കാഴ്ചകളാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നിവിളയിച്ച ഭൂമി നിമിഷനേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 ഇടുക്കിയിലാകെ 400 അപേക്ഷകളിലായി 25,80,000-ൽ പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,35,000-ലധികം രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4,15 ലക്ഷത്തിലധികവും, ഇളംദേശം ബ്ലോക്കിൽ 3,77,000-ലധികവും, കട്ടപ്പനയിൽ 3,43,000-ലധികം രൂപയും വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1 ലക്ഷത്തിലധികം രൂപയുണ്ട്. 1/2 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ്. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് അതൊരു വലിയ സഹായം തന്നെയായിരിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി.